Hey guys and welcome back to Best Car Picks. 2025 സ്റ്റാർട്ടിങ്ങിൽ നടന്ന ഓട്ടോ എക്സ്പോയിൽ നമ്മുടെ സുസുക്കി 2 ഇലക്ട്രിക് വണ്ടികൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് EVX കോൺസെപ്റ്റ് ആണ്. നമ്മളിപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ സ്പെക്കായിട്ട് EV10 കാണുന്നുണ്ട്. അതിൻ്റെ കൂടെ വേറൊരു ചെറിയ വണ്ടിയും കൂടെ അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മുടെ സ്കൈ വിഷൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വണ്ടി. അതിൻ്റെ കോൺസെപ്റ്റ് അല്ലാതല്ല പ്രൊഡക്ഷൻ വണ്ടി ഇപ്പോൾ ഫൈനലി അൺവെയിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സുസുക്കി സ്കൈ എന്നുള്ളതാണ് ഈ വണ്ടിയുടെ പേര്. വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. കാർ സെഗ്മെൻറ്റിലാണ് ജപ്പാനിലൊക്കെ വരുന്നത്. നിലവിൽ ഇപ്പോൾ ഈ വണ്ടി ജപ്പാനിലാണ് അൺവെയിൽ ആയിരിക്കുന്നത്. ആദ്യവും ജപ്പാനിൽ തന്നെ ആയിരിക്കും ലോഞ്ച് ആവുന്നത്. പക്ഷേ നമുക്ക് ഈ കോൺസെപ്റ്റ് വണ്ടി കാണിച്ചപ്പോൾ തന്നെ ഇത് ഇന്ത്യയിലേക്ക് വരും എന്നുള്ളതിൻ്റെ ഒരുപാട് ഹിൻസ് ഉണ്ടായിരുന്നു. അവർ ഇൻഫാക്ട് ഇറക്കാൻ പോകുന്ന രണ്ടാമത്തെ ഇലക്ട്രിക് വണ്ടിയാണിത്, ഗ്ലോബലി ആണെങ്കിൽ പോലും. പക്ഷേ എനിവേ അത്യാവശ്യം നല്ലൊരു വണ്ടിയാണിതെന്ന് പറയാം, പ്രത്യേകിച്ച് ഇവിടെ നല്ലൊരു പ്രൈസ് പോയിന്റിൽ വരികയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനിൽ ഫ്രണ്ട് ഡിസൈൻ എടുക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് അങ്ങനെ ഒരുപാട് സംഭവത്തിൻ്റെ ആർഭാടത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് LED ഹെഡ് ലാംപ്സ് ഉണ്ട്, LED DRLs ഉണ്ട്, ഹാലജൻ ടെയിൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ബമ്പർ ആണെങ്കിലും വളരെ സിമ്പിളാണ്, ഒരു ബ്ലാക്ക് എലമെൻ്റ് ആണ് വരുന്നത്. ഹെഡ് ലാംപ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ചെറിയൊരു ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റും അവരിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിയിൽ 360 ക്യാമറ ഉണ്ട്, അതുകൊണ്ട് മിററിൻ്റെ താഴെയുള്ള കട്ടൗട്ടും പിന്നെ ഫ്രണ്ടിൽ ഗ്രില്ലിൻ്റെ സൈഡിലൊരു ചെറിയ കട്ടൗട്ടൊക്കെ നിങ്ങൾക്ക് കാണാം. ജാപ്പനീസ് വണ്ടിയിൽ മിക്കവാറും എഡാസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ശരിക്കും ഇന്ത്യയിലേക്ക് വരുമ്പോഴേക്കും അവർ കുറച്ചുകൂടെ സാധനങ്ങൾ എടുത്ത് കളയുമായിരിക്കും. കാരണം നമുക്ക് കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് പോയിന്റിൽ വണ്ടി കിട്ടണം എന്നുള്ളതാണല്ലോ നമ്മുടെ ആഗ്രഹം. ഇനി അതല്ലാതെ ഈ വണ്ടിയുടെ ഡയമെൻഷൻസ് എടുക്കുകയാണെങ്കിലും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, വളരെ ചെറിയ വണ്ടിയാണ്. അതിപ്പം സൈഡ് പ്രൊഫൈലിൽ നോക്കുകയാണെങ്കിലും നമുക്ക് അത് തന്നെയായിരിക്കും തോന്നുക. ഇതിൻ്റെ ലെങ്ത് ആണെങ്കിലും 3.4 മീറ്റേഴ്സ് ആണ്, അതായത് 3395 mm ആണ് ലെങ്ത് വരുന്നത്. വിട്ടും കുറവാണ്, 1475 mm ഉള്ളൂ. ഇൻഫാക്ട് ഹൈറ്റും അധികം ഇല്ല, 1625 mm ആണ് വരുന്നത്. പക്ഷേ ഇതിന് വിട്ട് ഇത്രയും കുറവായതുകൊണ്ട് ഹൈറ്റ് വരുമ്പോഴേക്കും നമുക്ക് ഇച്ചിരി കൂടുതലായിട്ട് തോന്നുമെന്ന് മാത്രം. വീൽ ബേസ് ഇവർ സർപ്രൈസിംഗിൽ അത്യാവശ്യം നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. 2460 mm ആണ് ഈ വണ്ടിയുടെ വീൽ ബേസ്. അത് നമുക്ക് ചില 3.8 മീറ്റേഴ്സ് ലെങ്ത് ഉള്ള വണ്ടികളിൽ അത്രയൊക്കെ വീൽ ബേസ് അവർ അതിനകത്ത് പാക്ക് ചെയ്തിട്ടുണ്ട്. അത് സ്പേസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഇനി നമ്മളിതിനെ ഡയറക്റ്റ് കൊമറ്റ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിന് ഡയമെൻഷൻസ് ആയാലും കുറച്ചുകൂടെ കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ ഈ വണ്ടിക്ക് ലെങ്ത്ത് കൂടുതലാണ്, 3 മീറ്ററാണ് കറക്റ്റ് കൊമറ്റിന് ലെങ്ത്ത് വരുന്നത്. സോ ഇത് ഏകദേശം ഒരു 400 mm ലെങ്ത്ത് കൂടുതലുണ്ട്. വിട്ട് രണ്ടും ഏകദേശം സിമിലർ ആണ്, പക്ഷേ കൊമറ്റിന് ഏകദേശം ഒരു 30 mm അടുത്ത് കൂടുതൽ വരുന്നുണ്ട്. ഹൈറ്റ് ഈ വണ്ടിക്കാണ് കുറച്ച് കൂടുതൽ. വീൽ ബേസ് തന്നെ അറിയില്ല, കൊമറ്റ് 2 മീറ്ററിന് അടുത്തുള്ളൂ വീൽ ബേസ്. ഈ വണ്ടി പക്ഷേ നമുക്ക് 2.4 മീറ്റേഴ്സിന് അടുത്ത് വരുന്നുണ്ട്. അവിടെയും 400 mm കൂടുതലുണ്ടെന്ന് പറയാം. പിന്നെ അതല്ലാതെ ടയർ സൈസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് 14 ഇഞ്ച് വീൽസ് ആണ് വരുന്നത്. കൊമറ്റിൽ 12 ഇഞ്ചോ 13 ഇഞ്ചോ എന്തോ ഉള്ളൂ. സോ ടയർ സൈസ് ഇതിന് കൂടുതലാണ്. 165, 65, 14s ആണ് ഇതിന് ടയർ സൈസ് വരുന്നത്. പിന്നെ എയറോ ക്യാപ്സ് തന്നെയാണ് വരുന്നത്. അവർക്ക് എഫിഷ്യൻസി മാക്സിമം കൂട്ടണം. കാണാൻ വലിയ രസമൊന്നുമില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് ടയർസ് ഭയങ്കര ചെറുതാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതല്ലാതെ നമുക്ക് ടേണിംഗ് റേഡിയസ് ആണെങ്കിൽ ഈ വണ്ടി 4.4 മീറ്റേഴ്സ് ആണ്, കൊമറ്റിൻ്റെ 4.2 മീറ്റേഴ്സ് ആണ് വരുന്നത്. സോ അതൊക്കെയാണ് ഡയറക്റ്റ് ഇതും കൊമറ്റും വെച്ച് കമ്പയർ ആണെങ്കിലുള്ള ഡിഫറൻസ്. റിയർ ഡിസൈൻ നിങ്ങൾക്ക് കാണാം. അഗെയിൻ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ്, പ്ലെയിൻ ആണ്. ആകെപ്പാട് സ്കൈയുടെ ബാഡ്ജിങ്ങും പിന്നെ സുസുക്കിയുടെ ലോഗവും പിന്നെ റിയർ വൈപ്പർ വാഷറൊക്കെ വരുന്നുണ്ട്. അതല്ലാതെ ചെറിയൊരു സ്പോയിലർ അവർ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റൂഫ് മൗണ്ടഡ് ആൻറ്റിനാണ്, ഷാക്കിനൊന്നുമല്ല. പിന്നെ ബമ്പറും ബോഡി കളർഡാണ്, സൈഡ് ബോഡി ക്ലാഡിങ് സാധനങ്ങളൊന്നുമില്ല. അതാണ് പറയുന്നത്, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ടെയിൽ ലാംപ്സ് ഒക്കെ ആണെങ്കിലും നമുക്ക് പാർട്ടിലി LED ആണെന്ന് പറയാം, പക്ഷേ റിവേഴ്സ് ലൈറ്റ്, ടെയിൽ ലാമ്പ്, മറ്റേ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളെല്ലാം ഹാലജൻ തന്നെയാണ്. ഇവിടെയും നമുക്ക് ബാക്കിൽ പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ കർബ് വെയിറ്റ് വരുന്നത് വളരെ കുറവാണ്, 1 ടണ്ണിനേക്കാൾ കുറച്ച് കൂടുതലുണ്ടെന്നേ ഉള്ളൂ. 1030 കിലോ ആണ് ഈ വണ്ടിയുടെ വെയിറ്റ് വരുന്നത്. സാധാരണ ഇലക്ട്രിക് വണ്ടികളെല്ലാം ഇങ്ങനെ ഭയങ്കര ഹെവി ഒന്നുമല്ല. പിന്നെ അവർ ഈ വണ്ടിയുടെ ഇതിന് മുന്നേ പറഞ്ഞിരുന്ന റേഞ്ചിൽ നിന്ന് കുറച്ച് കൂട്ടിയിട്ടുമുണ്ട്. അതായത് 280 കിലോമീറ്റേഴ്സ് എന്തോ വരുന്ന ഒരു കോൺസെപ്റ്റ് കാണുന്ന സമയത്ത് ഇതിൻ്റെ ക്ലെയിം ചെയ്തിരുന്ന റേഞ്ച്, പക്ഷേ അതിൽ നിന്ന് അവർ ഈ വണ്ടി കുറച്ചും കൂടി എഫിഷ്യൻസി കൂട്ടി ലൈറ്റർ മെറ്റീരിയൽസ് ഉപയോഗിച്ച് അങ്ങനെ റേഞ്ച് കൂട്ടാൻ പറ്റിയിരുന്നെന്നാണ് അവർ പറയുന്നത്. ഇനി അതവിടെ നിൽക്കട്ടെ, നമുക്ക് ഇൻറ്റീരിയേഴ്സ് നോക്കാം. ഞാനിതിൻ്റെ ഇൻറ്റീരിയേഴ്സ് കണ്ടപ്പോഴാണ് ശരിക്കും കുറച്ചധികം ഞെട്ടിയത്. കാരണം നമ്മളിപ്പോൾ കോമറ്റിൻ്റെ ഇൻറ്റീരിയേഴ്സ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ലതായിരുന്നു. പക്ഷേ ഈ വണ്ടി എടുക്കുമ്പം ഇവർ ചെറിയൊരു ഫുട് പ്രിൻ്റിൽ അല്ലെങ്കിൽ ചെറിയ സൈസിൽ അത്യാവശ്യം നല്ല ഇൻറ്റീരിയേഴ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിപ്പോൾ ഈ ഡാഷ്ബോർഡ് ലേഔട്ട് എടുക്കുകയാണെങ്കിലും കുറച്ച് ഫങ്ഷണലാണ്, പക്ഷേ അത്യാവശ്യം കൂൾ ലുക്ക് ഉണ്ടെന്ന് പറയാം. 2 സ്ക്രീൻ വരുമ്പോൾ തന്നെ ഇതിങ്ങനെ മൊത്തത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പിന്നെ 2 ടോൺ ഫിനിഷാണ്. നമുക്ക് ലെഫ്റ്റ് സൈഡിലാണെങ്കിലും ഒരു ചെറിയ മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ലതാണ്. ചെറിയൊരു കപ്പ് ഹോൾഡർ പോലെ അവിടെ വരുന്നുണ്ട്. AC വെൻസ് ഇച്ചിരി അകത്തേക്ക് കയറ്റി വെച്ചാണ് ഇരിക്കുന്നത്. നമുക്ക് സെൻട്രൽ AC വെൻസ് പക്ഷേ കുറച്ച് ഫ്രണ്ടിലേക്ക് ഉള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഡോർ പാഡ്സിൽ മെറ്റീരിയൽസ് ഒക്കെ ഒത്തിരി നോർമലാണ്. പിന്നെ ഭയങ്കര ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിക്കാൻ നല്ലതല്ല ഈ വണ്ടിയുടെ ഫണ്ടമെൻ്റൽ പരിപാടി. കാരണം ഇതൊരു കാറാണ്, അത്യാവശ്യം ചീപ്പായിട്ട് ഇറക്കുക എന്നുള്ളതാണ്. പിന്നെ സ്റ്റിയറിംഗ് വീൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് EV10 അതുപോലെ ഇപ്പോൾ ഈ അടുത്ത് വന്ന വിക്ടോർസിൽ അതിൻ്റെ അകത്തൊക്കെ കിട്ടുന്ന സെയിം സ്റ്റിയറിംഗ് വീലാണ്. അതുകൊണ്ട് ഈ വണ്ടിയുടെ സൈസ് വെച്ച് നോക്കുമ്പോൾ ഇത്തിരി വലുതായിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നുമായിരിക്കും, പക്ഷേ എല്ലാ ഫംഗ്ഷൻസ്, കൺട്രോൾസ്, കാര്യങ്ങളെല്ലാം അവർ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. സോ അത് കൊള്ളാം. പിന്നെ നമുക്ക് മറ്റേ ഗിയർ നോബ് സെലക്ടർ വരുന്ന അതിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ്. അതും ഓട്ടോമാറ്റിക്, അതായത് ഓട്ടോമാറ്റിക് അല്ല, ഇലക്ട്രിക് ആയതുകൊണ്ട് സിംഗിൾ സ്പീഡ് റേഷ്യോ ആണ് ഇതിനകത്ത് വരുന്നത്. അതിൻ്റെ ഒരു സാധനം അവിടെ വരുന്നുണ്ട്, ഒരു എക്സ്ട്രാ ബി മോഡ്, അതായത് മറ്റേ റീജനറേഷൻ മോഡ് അവരവിടെ കൊടുത്തിട്ടുണ്ട്.
ഇതിൻ്റെ ഇൻസ്ട്രുമെൻ്റ് റെസ്റ്റർ കാണുമ്പം ഇങ്ങനെ മൊത്തം എല്ലാം ഒറ്റ യൂണിറ്റ് ആയിട്ട് ഇരിക്കുമെങ്കിലും സംഭവം കുറച്ച് ബേസിക് ആണ്. നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ ഒരു സ്പീഡോമീറ്റർ മറ്റേ പഴയ ഡിസ്പ്ലേ സാധനമാണ്. റൈറ്റ് സൈഡിലാണ് നമുക്ക് മൾട്ടി കളർ TFT ഡിസ്പ്ലേ കിട്ടുന്നത്. അതും വലിയ സൈസൊന്നുമില്ല. എല്ലാം കൂടി ഇങ്ങനെ ഒറ്റ ഇതിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വലിയൊരു 10.25 ഇഞ്ചിൻ്റെ യൂണിറ്റ് ആയിട്ടൊക്കെ തോന്നും. പക്ഷേ സംഭവം ചെറുതാണ്, കുറച്ച് ബേസിക് ആണ്. പക്ഷേ ആവശ്യത്തിനുള്ള ഇൻഫർമേഷൻ എല്ലാം അതിനകത്ത് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇനി അതല്ലാതെ നമ്മുടെ ഇൻഫോടൈം സിസ്റ്റം നോക്കുകയാണെങ്കിൽ അത് അത്യാവശ്യം കൊള്ളാം. ഗ്രാഫിക്സ് അതുപോലെ UI സാധനങ്ങളെല്ലാം അത്യാവശ്യം നല്ലതാണ്. പിന്നെ നമുക്കിതിനകത്ത് ഓട്ടോ AC വരുന്നുണ്ട്. 10.1 ഇഞ്ചാണ് നമ്മുടെ ഇൻഫോടൈം സിസ്റ്റത്തിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത്. ഇവിടെ വരുമ്പോഴേക്കും വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ ഒക്കെ ഡെഫിനറ്റ്ലി എക്സ്പെക്ട് ചെയ്യാം. ഇവരുടെ ലേറ്റസ്റ്റ് നമ്മുടെ വിക്ടോർസിൻ സാധനങ്ങളിലൊക്കെ ഈ വലിയൊരു സ്ക്രീൻ തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. ഇൻഫാക്ട് ഈ വിറ്റാറിലും ഈ സ്ക്രീൻ തന്നെയാണ് വരുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ബാക്കി ഫീച്ചേഴ്സ് ഉണ്ട്. ഈ വണ്ടിയിൽ ഹീറ്റഡ് സീറ്റ്സ് ആണ് വരുന്നത്. ഇവിടേക്ക് വരുമ്പോഴേക്കും വെന്റിലേറ്റഡ് സീറ്റ്സൊക്കെ പ്രൈസ് കൊടുത്തിരുന്നതല്ലായിരുന്നു. പിന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, ഹിൽ ഹോൾഡ് അസിസ്റ്റ് വരുന്നുണ്ട്. സെൻറ്റർ കൺസോളിൻ്റെ എൻഡിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഈ ഒരു ഡിസൈനാണ് കിട്ടുന്നത്. അതല്ലാതെ തന്നെ ഇത് ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് വേറെ ട്രാൻസ്മിഷൻ ആണല്ലോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഈ ഒരു സെൻറ്റർ കമ്പാർട്ട്മെൻറ്റ് താഴത്തെ ഒരു തട്ടിലായിട്ടും അവർ കൊടുത്തിട്ടുണ്ട്. മുകളിലും നമുക്ക് ഫോണൊക്കെ വയ്ക്കാനുള്ള സ്ഥലമുണ്ട്. സോ ഇലക്ട്രിക് ആയതുകൊണ്ട് സ്റ്റോറേജ് സ്പേസിന് വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി ഇതിൻ്റെ സീറ്റ്സ് അത്യാവശ്യം ബേസിക് ആണ്. നോർമൽ ഫാബ്രിക് സീറ്റ്സ് ആണ്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളൊന്നും ഒരു ഫ്രണ്ടിലും ബാക്കിലും എവിടെയും കൊടുത്തിട്ടില്ല. സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അഗെയിൻ ഇലക്ട്രിക് അങ്ങനത്തെ പരിപാടികളൊന്നും ഇതിൻ്റെ അകത്ത് വരുന്നില്ല. കാണുമ്പോഴാണെങ്കിലും സീറ്റ്സ് അത്ര സപ്പോർട്ടീവായിട്ടും തോന്നുന്നില്ല. പക്ഷേ സ്റ്റിൽ ഇതൊരു കേക്കാറാണ്. ജസ്റ്റ് ഒരു സിറ്റി കമ്മ്യൂട്ട് എന്നുള്ള രീതിയിലാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ കുഴപ്പമില്ല. പിന്നെ തൈ സപ്പോർട്ടൊക്കെ ആണെങ്കിലും അവരവിടെ ഇത്തിരി എക്സ്ട്രാ ഫാബ്രിക്കിൻ്റെ പാഡിങ് കൊടുത്തിട്ട് സെറ്റാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ബാക്കിലാണെങ്കിൽ ഇപ്പോൾ സീറ്റ്സ് നിങ്ങൾ കാണുമ്പോൾ വളരെ ബേസിക് ആണ്, പ്രത്യേകിച്ച് സപ്പോർട്ടൊന്നും ഇല്ല. പക്ഷേ ബാക്കിൽ അവർ ആക്ച്വലി രണ്ട് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സ്പേസ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ കാണാം, ഇഷ്ടം പോലെയുണ്ട്. ഇതൊരു കേക്കാർ ആയതുകൊണ്ട്, ജാപ്പനീസ് വണ്ടി ആയതുകൊണ്ട്, ജാപ്പനീസ് വണ്ടികൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ജാപ്പനീസ് കേക്കാർസ് എന്ന് പറയുമ്പോൾ അവർ സ്പേസ് എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വണ്ടിക്കകത്ത് ഈ ഒരു ചെറിയ ഫുട് പ്രിൻ്റ് ആണ് എന്ന് പറഞ്ഞാലും ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. പിന്നെ കൊമറ്റ് ജസ്റ്റ് 2 ഡോർ ആയിരുന്നു. ഈ വണ്ടി 4 ഡോർ ആണ്. ബാക്കിലേക്ക് കയറാൻ നമ്മൾ ഫ്രണ്ടിലത്തെ ഡോറ് തുറന്ന് കഷ്ടപ്പെട്ട് മരിച്ച് കയറുമൊന്നും വേണ്ട. അതുകൊണ്ട് അതിൻ്റെ ഒരു കൺവീനിയൻസും വരുന്നുണ്ട്. മൊത്തത്തിൽ കൊമറ്റ് വെച്ച് നോക്കുമ്പം കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ഡെഫിനറ്റ്ലി ഈ വണ്ടി തന്നെയായിരിക്കും. ഇനി ബാറ്ററി സൈസ് എത്രയാണ്, റേഞ്ച് എത്രയാണ്, പവർ എത്രയാണെന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ അടുത്ത ചോദ്യം. ഇവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോഴും ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ല. ഇവർ പറയുന്ന 310 കിലോമീറ്റേഴ്സ് വരെ നമുക്ക് ഇതിനകത്ത് ഡ്രൈവിംഗ് റേഞ്ച് കിട്ടും എന്നുള്ളതാണ്. അഗെയിൻ ക്ലെയിംഡ് റേഞ്ച് ആയിരിക്കും. അതേ നേരത്തെ പറഞ്ഞാൽ 270, 280 എന്ന് പറയുന്നവർ ഇതിന് മുന്നേ കോൺസെപ്റ്റ് കാണിച്ച് പറഞ്ഞിരുന്നത്. അതിൽ നിന്ന് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആക്കിയിട്ടാണ് ഈ റേഞ്ചിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പക്ഷേ എക്സാക്ട്ലി ബാറ്ററി സൈസ് എത്രയാണ് എന്നുള്ളത് അവർ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒരു എസ്റ്റിമേഷൻ എടുക്കാനാണെങ്കിൽ കൊമറ്റിൽ നമുക്ക് 17.3 കിലോ ടവറാണ് വരുന്നത്. സോ ഇത് ഏകദേശം ഒരു 20 to 25 ഇടയിലൊക്കെ ആണെങ്കിലും വലിയ കുഴപ്പമുണ്ടാവില്ല. പിന്നെ പുറത്ത് വരുന്ന സെയിം സ്പെക്കൊക്കെ തന്നെയായിരിക്കും നമുക്ക് ഇവിടെ വരുന്നത്. ഈ വിറ്റാരുടെ കേസിലാണെങ്കിൽ അവർ ജപ്പാനിലും യൂറോപ്പിലും എന്താണോ കൊടുത്ത് ആ സെയിം ബാറ്ററി കൺഫിഗറേഷനും പവറും സാധനങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ വന്ന്. പുറത്ത് ഓൾ വീൽ ഡ്രൈവ് ഉണ്ടായിരുന്നു, ഇവിടെ പക്ഷേ നമുക്ക് ഫ്രണ്ട് വീൽ ഡ്രൈവ് മാത്രമേ വന്നുള്ളൂ. ഈ വണ്ടിയും 2 വീൽ ഡ്രൈവ് ഓപ്ഷനിൽ മാത്രമേ കിട്ടുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അഗെയിൻ ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ് റിയർ വീൽ ഡ്രൈവ് ആണ് എന്നുള്ളത് എടുത്ത് പറഞ്ഞിട്ടില്ല. കൺസിഡറിങ് ഈ വിറ്റാര ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ് എന്നുള്ളത് വെച്ച് നോക്കുമ്പോൾ ഇതും ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണെന്ന് തന്നെ വിചാരിക്കും. പക്ഷേ കൊമറ്റ് ആക്ച്വലി റിയർ വീൽ ഡ്രൈവ് ആണ്. അതുകൊണ്ട് എനിക്കറിയില്ല, എന്തായാലും അതവിടെ നിൽക്കട്ടെ. 2 വീൽ ഡ്രൈവ് ആണെന്ന് മാത്രം ഓർത്താൽ മതി. നമുക്ക് ഓൾ വീൽ ഡ്രൈവിൻ്റെ പരിപാടിയൊന്നും ഇതിനകത്ത് ഏതായാലും വരില്ല. ഇത്രയൊക്കെ ഡീറ്റെയിൽസ് ആണ് നമുക്കിപ്പോൾ ഈ വണ്ടിയെപ്പറ്റി അറിയുന്നത്. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വണ്ടിയെപ്പറ്റി തോന്നുന്നത് എന്ന് ഉറപ്പായിട്ടും താഴെ കമൻസിൽ പറയാം. 2027 മാർച്ചിനുള്ളിൽ ഈ വണ്ടി ജപ്പാനിൽ ഇറങ്ങുമെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞാൽ മിക്കവാറും 3-4 മാസത്തിനുള്ളിലൊക്കെ തന്നെ ഇന്ത്യയിലും ഇറങ്ങിക്കൂടായിരിക്കുന്നില്ല. എനിവേ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസ് ക്ലീൻ പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സ്റ്റൈൽ ചെക്കൗട്ട് ചെയ്യാൻ ഉറപ്പായിട്ടും മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ടും കൂടെ ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.